വീണ്ടും നമ്മുടെ റൈഡേഴ്സ് ബ്രോയിലേക്ക് സ്വാഗതം. അപ്പോൾ റൈഡർ ബ്രോ എന്നുള്ളത് കബഡി പാർക്കിൻ്റെ മുന്നിലാണ്. ഏകദേശം ഉച്ച 12 മണിക്ക് സമയം. ഓക്കെ, നമുക്ക് 12 മണി സമയം എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ നോക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ എൻട്രി ഉണ്ട് ഇതിലേക്ക്. അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 വീലറാണ്. അപ്പോൾ നമുക്കൊന്ന് പോകാം. ഗേറ്റൊക്കെ ഓപ്പണാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ലൈബ്രറിയാണ്. ഇപ്പോൾ പണ്ടത്തെ ഒരു ലൈബ്രറി, പിന്നെ ഇതിലുള്ള സൈഡിലുള്ള കുറേ മരങ്ങളും കുറേ ഗാർഡൻസ്. ഓക്കെ, ഗാർഡൻസ് എന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിലെ കൂടി യാത്ര ചെയ്യുമ്പോൾ. ഒരു പ്രത്യേക സമയത്ത് മാത്രമേ നമുക്കങ്ങനെ വൈബ് കിട്ടുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ബാംഗ്ലൂരിലെ ഈ ഒരു പ്രകൃതിദത്തമായ ഈ സ്ഥലത്ത് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യാത്രയായിരിക്കണം. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ മറ്റൊരു പുരാതനമായ ഒരു ബിൽഡിങ്ങാണ് ഈ ലൈബ്രറി. അപ്പോൾ ലൈബ്രറി പുസ്തകം ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന് ഉത്തരമില്ല. നല്ല ഫ്ലവറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്ലവറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നിൽ നമ്മൾ മഴയ്ക്ക് ശേഷമുള്ള സമയവും നല്ല സൂര്യൻ ഉദിച്ച സമയവും മഴക്കാറില്ലാത്ത നേരവുമാണ് ഈ ഒരു സമയം. അപ്പോൾ അതിലാണ് ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയായി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഫുൾ റോസാപ്പൂക്കളാണ്. അപ്പോൾ ഇതൊരു ഊട്ടി സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും അതിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല എന്നതാണ് വാസ്തവം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ സാപ്ലിങ്, അതായത് പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നട്ടുപിടിപ്പിച്ചത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ഗാർഡൻസ് ഒന്നും കൂടി ഭംഗിയാക്കേണ്ട പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറേയേറെ സമയമെടുക്കും ഇതൊക്കെ ഒന്ന് നല്ല കളർഫുള്ളായി വരാൻ. ഇതൊരു ഡിസംബർ മാസം അതൊക്കെ ആവും, ജനുവരി മാസം നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാം. അപ്പോൾ ഒന്നുകൂടി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഗാർഡൻസ്, അതായത് കബ്ബൺ പാർക്കിലെ ഗാർഡൻസ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമുക്ക് കുറച്ച് പ്രകൃതിയുമായി അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഈ ഒരു കബ്ബൺ പാർക്ക്. പകൽ സമയങ്ങളിൽ ഫാമിലിയൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരത്ത് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല ഭംഗിയായി ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കബ്ബൺ പാർക്ക് വിധാൻസൗധക്കും കോർട്ടിനും, അതായത് കർണാടക ഹൈക്കോടതിന് മുന്നിൽ ഉള്ള ഈ ഒരു പാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ സൈഡിലൊക്കെ കാണുന്നതായിരിക്കും. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറിയാൽ ഇത്രയും നല്ല വിശാലമായ ഗാർഡൻ പാർക്ക് നമുക്ക് കാണാൻ പറ്റും. പുൽത്തകിടിയൊക്കെ നല്ല രസത്തിലാണ് ഉള്ളത്. കുറച്ചൊക്കെ ഫാമിലി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെമ്പകമൊക്കെ പൂക്കാനുണ്ട്, നല്ല മണം വിതറാനുണ്ട്. അതിനൊക്കെ സമയം ആകുന്നതേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ഒരു മരം, അതായത് കളറുള്ള, അതായത് മരം പൂത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റൈഡർ ബ്രോ ആ കാഴ്ചയും കൂടി ഒപ്പിയെടുത്തു എന്ന് തന്നെ പറയാം. കണ്ടോ, നല്ല രസമുള്ളൊരു മരം. അങ്ങനെ പല മരങ്ങൾ, മഞ്ഞ മരങ്ങളുണ്ട്, അതായത് റോസ് മരങ്ങളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതൊന്നും ആകുന്നേ ഉള്ളൂ, ആ ഒരു സമയമൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്കികളെ അല്ലെങ്കിൽ യാത്രക്കാരെ ആകർഷിക്കുന്ന ഒരു വസന്തകാലം, അതിനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ റൈഡർ ബ്രോൻ്റെ ഈ ഒരു ബാംഗ്ലൂർ സന്ദർശനത്തിൽ ഈ ഒരു പാർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ചില മൊമെൻ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു മൊമെൻ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഉച്ച സമയങ്ങളിൽ ഇങ്ങനെയായിരിക്കും
ബാംഗ്ലൂർ പാർക്ക്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു ഈ ഒരു പാർക്കിൻ്റെ സെൻട്രൽ ഏരിയ മാത്രമാണ്, കുറച്ച് ഏരിയ. അപ്പോൾ ഇതിൽ നമുക്ക് വിശ്രമിക്കാം, കുട്ടികളോടൊത്ത് കളിക്കാം, കുട്ടികളെ നടത്തിക്കാം, പിന്നെ കാഴ്ചകൾ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് സമയം ഏകദേശം 6 മണി വരെ ഉണ്ടാവും. പിന്നെ അത് ക്ലോസ് ആക്കും. പിന്നെ അതിൻ്റെ റിപ്പയർ വർക്കും പിന്നെ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര ചെയ്യാണ് ഇവിടുന്ന്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ളത് കുറേയേറെ സ്ഥാപനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോർട്ടുണ്ട്. അവിടെ വക്കീലന്മാരെ കളിയായിരിക്കും. കാരണം അവർ കേസ് വാദിക്കാനും പോകും, അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുന്നതും ഒക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കാണാം. പിന്നെ ഒരു സൈഡ് MG റോഡ്, അതേപോലെ MG റോഡിനപ്പുറം സെൻറ്റ് മാർക്സ് റോഡ്, ചർച്ച് സ്ട്രീറ്റ്, അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ പകൽ ഇവിടെയാണ് ആഘോഷമെങ്കിൽ രാത്രി കാലങ്ങൾ MG റോഡും ചർച്ച് സ്ട്രീറ്റും ഒക്കെയാണ് ആഘോഷങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ക്ലോസ് ആയിരിക്കുകയാണ്. ഇവിടെ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അതെല്ലാം അലങ്കരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഊട്ടി മോഡൽ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഊട്ടി മോഡലാണ്. അത്രയൊന്നും നമ്മൾ എത്ര ക്രിയേറ്റ് ചെയ്താലും വരില്ലെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ശ്രമിക്കുകയാണ് ബാംഗ്ലൂർ ഈ പാർക്ക്. അതോടൊപ്പം സ്നാക്സ്, ജ്യൂസ് ഉണ്ട് ഇവിടെ. നല്ലൊരു അതായത് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ബ്രാൻഡാണത്. അതായത് ആദ്യമായിട്ട് ചെറിയ ബ്രാൻഡ് ഉയർന്നു വരുന്നതേ ഉള്ളൂ. ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഈ കബ്ബൺ പാർക്കിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ ഒരു സൈഡിൽ നമ്മൾ എത്തിച്ചേരുന്നത് വിധാൻ സൗദി ആയിരിക്കും, മറ്റൊരു സൈഡിൽ എത്തുന്നത് MG റോഡ്, മറ്റൊരു സൈഡിൽ എത്തിച്ചേരുന്നത് മാർക്കറ്റ് സൈഡിലുള്ള MG റോഡ്. അങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഇവിടുന്ന് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ MG റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ എപ്പോഴും ട്രാഫിക് ഉണ്ടാകും. കാരണം ഇത് ഒരു മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് പലർക്കും. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്. അതായത് ഈ തിരക്കിലുള്ള കാരണം. അപ്പോൾ ഏകദേശം എൻഡിലെത്തി ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കുകയും ചെയ്യുക. റൈറ്റ് എടുത്ത് കാടൊക്കെ കണ്ട്, പല വനങ്ങളൊക്കെ കണ്ട്, ഇല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മറ്റൊരു കാഴ്ചകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതുള്ളത് MG റോഡിലുള്ള ഒരു സിഗ്നലുണ്ട് അവിടെ. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഏരിയ വനസംരക്ഷണം കൂടിയാണ്. കുറേയേറെ മരങ്ങൾ നമുക്കിവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് ഓക്സിജൻ ദായകർ. ഇവിടെ കുറേയേറെ മരങ്ങൾ വെട്ടിയിട്ടാണ് ബിൽഡിംഗ് പണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു പാർക്കുകളൊക്കെ മൈൻഡ് ഫ്രീ ആക്കാനും പിന്നെ അന്തരീക്ഷ വായു ക്ലിയർ ആക്കാനും വളരെയധികം സഹായപ്രദമാണ്. അപ്പോൾ ട്രാഫിക് വീണ്ടും ഓപ്പണായി. നമ്മൾ വീണ്ടും അത് MG റോഡിലേക്ക് കൂടി കടക്കുന്നില്ല, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ റൈറ്റിലേക്ക് എടുത്ത് പുതിയ കാഴ്ചകൾ കണ്ട മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഗാർഡൻസ് സിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഗാർഡൻ സിറ്റിയുടെ ഗാർഡൻ. അതാണ് ഇത്. അതായത് കബ്ബൺ പാർക്ക്. ഒരുപാട് ഏരിയ ഉണ്ട്, നടന്നാലും തീരില്ല. അതുകൊണ്ട് വണ്ടി എടുത്ത് ഇങ്ങനെ റോഡ് കയറുക. പക്ഷേ പാർക്കിംഗ് ഒന്നുമില്ല കേട്ടോ. പാർക്കിംഗ് ഒക്കെ 30 rupees കൊടുക്കണം എവിടെ പാർക്ക് ചെയ്യാനുണ്ടെങ്കിലും. അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള പ്രത്യേകതകൾ. പിന്നെ ഒരു അര ദിവസം നമുക്ക് ഇവിടെ വന്നാൽ ചെലവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തി. ആ പാർക്കിൻ്റെ മറ്റൊരു സൈഡിലേക്കാണ് എത്തിയത്. നമ്മൾ ഇവിടെ നിന്നാണ് നേരത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ നേരെ പോയി, കാരണം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കണ്ണും പൂട്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം വളരെ സ്ട്രിക്റ്റായിട്ട് ഓടിക്കുക. കാരണം ആ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഹെൽത്തിനും ആരോഗ്യത്തിനും ശരീരത്തിനും അത്യാവശ്യമാണ് ഈ ഡ്രൈവിംഗ് കൺട്രോൾ. കാരണം ഒരുപാട് വെഹിക്കിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഹൈക്കോർട്ട്, ബാംഗ്ലൂർ ഹൈക്കോർട്ടിൻ്റെ എൻട്രി. അപ്പോൾ ഇവിടെ പല മഹാന്മാരുടെയും കേസുകൾ ഒത്തുതീർപ്പാക്കലും പിന്നെ നടന്നതുമായ ഒരു
ഏരിയയാണ് ബാംഗ്ലൂർ. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന വിധാൻസൗധയുടെ ബിൽഡിംഗ്. ഇവിടെയും ഒരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ ഓപ്പണായാൽ നമുക്ക് പോകാൻ പറ്റും, ക്ലോസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലും ഇങ്ങനെ ഒരു നല്ലൊരു കാഴ്ച അനുഭവം നമുക്ക് ഇവിടുന്ന് കിട്ടും. ദാറ്റ് ഈസ് ബ്യൂട്ടി ഓഫ് ബാംഗ്ലൂർ. അപ്പോൾ ഏകദേശം നമുക്ക് പോകാനായി. അപ്പോൾ നമുക്ക് വിധാനസൗധ മര്യാദയ്ക്കൊന്ന് കാണാം. ജാസ്തി ഇരിക്കുന്നില്ല, കുറച്ച് സമയം കാണാം. അപ്പോൾ മെയിൻ റോഡായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് ഓണായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കടക്കാം. അപ്പോൾ വളരെ പഴയ കാലത്തെ ബിൽഡിങ്ങാണ് ഈ ഒരു വിധാൻസൗധ. 1960 മോഡലാണ് ആക്ച്വലി. അപ്പോൾ വിധാൻസൗധ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ മാറി മാറി വരും. ഇതൊക്കെ കുറേയേറെ മാറിയാണ് ഈ ഒരു കോലത്തിലെത്തിയത്. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ മെട്രോ പോകുന്നുണ്ട്. നമ്മൾ പോകുന്നതില്ല, പോകുന്ന റോഡിൻ്റെ അടിയിലൊക്കെ മെട്രോ ആണ് പോകുന്നത്. അതിൻ്റെ അപ്പുറം റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇതാണ് വിധാൻസൗധയുടെ ഫുൾ വ്യൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എൻട്രി ഇല്ല. അതിൽ ഇത് ലോകസഭ, അതായത് ലോകസഭയല്ല, പാർലമെൻറ്റ്, കർണാടക പാർലമെൻറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ആൾക്കാർ മാത്രമേ എൻട്രി ഉള്ളൂ. ഇത് MG റോഡ് മെട്രോൻ്റെ ബിൽഡിങ്ങാണ്. ഇതിന് താഴെ MG റോഡ് മെട്രോ ഉണ്ട് പോകുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. അങ്ങനെ നമ്മൾ ഈ ഒരു വിധാൻസൗധയുടെ കാഴ്ചകൾക്ക് ശേഷം മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള പല പല കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ചാനലിൽ കൂടി കാണാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത് നമ്മുടെ ഹൈക്കോർട്ട്സ്. അങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത്, പക്ഷേ ലെഫ്റ്റിലേക്ക് കൂടി കയറുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇട്ടിൻ്റെ പണി കിട്ടും. സിഗ്നൽ ഓണായാൽ എപ്പോഴും അപകടം തന്നെയാണ്. അപ്പോൾ സിഗ്നൽ ഓഫാകാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ വെഹിക്കിൾ മൂവ്മെൻറ്റ് കുറയാൻ വേണ്ടി കാത്തിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ഈ ഒരു സ്ഥലത്താണ്, കപ്പൺ പാർക്കിൻ്റെ മറ്റൊരു വശം. അതാണ് നമ്മൾ പോകുന്നത്, അതായത് ഹൈക്കോർട്ടിൻ്റെ സൈഡുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെയർ ചെയ്യാണ്. കുറേ വാഹനം, ഇതൊക്കെ പാർക്കിംഗ് ഉണ്ട്. അത് റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ പാർക്കിംഗാണ്. ഇതും പാർക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ കേസ് വാദിക്കാൻ വരുന്നവരും പോകുന്നവരും പിന്നെ ഉള്ള ഒരു സ്ഥലം. ഇത് കഴിഞ്ഞാൽ കബൺ പാർക്കാണ്. ഇവിടെ നല്ല, ഇതൊക്കെയാണ് ഹൈക്കോടതിൻ്റെ ഭാഗം. ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഇഷ്ടിക കളർ അടിച്ച ബിൽഡിങ്. ഇപ്പോൾ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് ഹൈക്കോടതിൻ്റെ പിൻഭാഗത്ത് എന്നുള്ളത്. അതായത് ഇതാണ് ഹൈക്കോടതിൻ്റെ പിൻഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പാർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ വക്കീലന്മാർ പിന്നെ ആൾക്കാരിലും വരുന്നു പോകുന്ന ഒരു സ്ഥലം, അതാണ് ബാംഗ്ലൂർ ഹൈക്കോർട്ട്. അപ്പോൾ നമ്മളവിടെ തിരിച്ച്, പിന്നെ കൂടുതലായിട്ട് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച്, പിന്നെ റൈറ്റ് സൈഡ് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് നമ്മുടെ കപ്പൺ പാർക്ക്. അപ്പോൾ വണ്ടി നിർത്തി അതിലേക്ക് ഉള്ളിലേക്കൂടിലും പോകണം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ സാധാരണയുള്ള പാർക്ക് തന്നെയാണ്. ഇരിക്കാനുണ്ട്, ബെഞ്ചുണ്ടാവും. ബെഞ്ച് ഒന്നല്ല, പല ബെഞ്ചുകളുണ്ടാവും. പിന്നെ ഈ ട്രീസ്, പിന്നെ അങ്ങനെയുള്ള ഗാർഡൻ സെറ്റിങ്സ്. അപ്പോൾ ഈ എൻട്രിയിൽ എപ്പോഴും നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടും, ലഭ്യമാകും. അപ്പോൾ അതൊക്കെയുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ എന്തുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ ക്രിക്കറ്റുള്ള സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഇവിടെ കുറേയേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒന്നുകിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ
ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നല്ല കളർഫുള്ളായ വാഹനങ്ങളും പിന്നെ നേച്ചറും അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കാണാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് കാണാനുണ്ട്. ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. പക്ഷേ അതിൻ്റെ മെയിനായിട്ടുള്ളത് ട്രീയും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നല്ല സ്നാക്സ് കിട്ടും. അതായത് പഴം, ഫ്രൂട്ട്, അതേപോലെ പാനിപ്പൂരി, മസാലപ്പൂരി, അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഇതുള്ളത് MG റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ മറ്റൊരു എൻട്രി ഉള്ളത്. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് വീണ്ടും തിരിച്ചു അതേ റൂട്ടിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരുന്ന ഒരു ഏരിയ, നല്ല കൂൾ ആൻഡ് ഫ്രഷ് ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഈ സ്വന്തം കപ്പൻ പാർക്ക്. അപ്പോൾ ആർക്കെങ്കിലും വരണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാം. ഒന്നുമില്ല, മെജസ്റ്റിക്കിനടുത്ത് തന്നെയാണ്. അപ്പോൾ KR മാർക്കറ്റ്, വിധാനസൗധ എല്ലാം അവിടെ മെട്രോ സ്റ്റേഷൻ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കപ്പൻ പാർക്ക്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു കുറച്ച് സ്റ്റാളുണ്ട്, അവിടെ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന ഞാനത് ഒരു പാനിപ്പൂരി മസാലപ്പൂരിയെല്ലാം കഴിച്ചിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. അപ്പോൾ അതും നല്ലൊരു പാർക്കിംഗ് ഏരിയ കൂടിയാണ് ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ. അതായത് ഈ ഒരു എന്താണ് കോർട്ടിന് മുന്നിലുള്ളത്, ഹൈക്കോർട്ടിന് മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങൾക്ക് വരാനുണ്ട്, അവിടെ സപ്ലൈ ചെയ്യാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച്, കാരണം വാഹനങ്ങളിങ്ങനെ പോകുന്നുണ്ട്, വളരെ രണ്ട് സൈഡിൽ നിർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള വാഹനങ്ങൾ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങ് പോവാണ്, കാരണം പാർക്കിംഗ് ഫുള്ളാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ 2 വീലറിന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ നേരെ പാർക്ക് ചെയ്യുന്നു. നല്ല തണലും മരങ്ങളും പിന്നെ ബെഞ്ചുകളുമുള്ള ഒരു അടിപൊളി പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇതാണ് വക്കീലന്മാരുടെ ലോകം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഫുഡ് കോർട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡ് കോർട്ടെല്ലാം കഴിക്കാം, ഫുഡ് കോർട്ടിൽ നിന്ന്. അതാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഏരിയ. അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം ചില ഇവിടെയുള്ള ഫുഡ് എന്തൊക്കെയാണ്, നമുക്ക് എന്ത് ടേസ്റ്റാണൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. മസാലപ്പൂരിയും പാനിപ്പൂരിയും ഒക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കഴിച്ചത് പാസ്തയും ഒക്കെ ഒരു ടേസ്റ്റില്ലാതൊരു സംഭവമായിരുന്നു. എൻ്റെ വയറ് പോയി എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് വന്ന് കഴിക്കേണ്ടത് നല്ലൊരു പാനിപ്പൂരി, മസാലപ്പൂരി, ചായ, ഫ്രൂട്ട് സാലഡ് എന്നൊക്കെ കഴിക്കാം. ഈ മറ്റൊന്നും ഒരു ശരിയില്ല. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.